ജീവിതത്തിൽ എപ്പോഴും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ ലോകത്തിലെ തത്വചിന്തകളോ സാംസ്കാരികപരമായ അറിവുകളോ ഒന്നുമല്ല നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാണ്, വചനമാണ് എന്നതിൽ യാതൊരു സംശയമില്ല. ആകയാൽ പ്രിയരെ, ദൈവവചനത്തെ മാറോട് ചേർത്തണയ്ക്കുവാൻ, പാലോടുകൂടെ തേനോടുകൂടെ ഭക്ഷിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാ. അനേകർക്ക് ഈ ദൈവിക മർമ്മങ്ങൾ ഗ്രഹിക്കാതെ പോകുന്നു. പലരോട് നമ്മൾ പറയുന്നുണ്ട്, ഒരു അല്പസമയം വേർതിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ബിസിയാണെന്ന് പറയുന്നത് മാറി നിൽക്കുന്നവരുണ്ട്. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. എങ്കിലും ദൈവത്തിന് യുക്തമുള്ളവർ, യോഗ്യതയുള്ളവർ, ദൈവത്തിന് ആഗ്രഹമുള്ളവർ, ദൈവത്തെ ആഗ്രഹിക്കുന്നവർ ഒക്കെ ദൈവവചനത്തിന്റെ ആഴങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ചരിത്രത്തിന്റെ ഏടുകളിലൂടെയും സ്ഥാപിച്ചെടുക്കുന്ന ഒരേ ഒരു നാമം മറ്റൊന്നുമല്ല, യേശുക്രിസ്തു എന്ന നാമമാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. വിശുദ്ധ ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിൽ 18 മുതലുള്ള വചനങ്ങളാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. 18 മുതൽ 25 വരെയുള്ള. ഇവിടെ ദൈവത്തിന്റെ തിരുവചനത്തിൽ നാം കാണാൻ കഴിഞ്ഞ ഒരു സത്യം ഇതാണ്: യേശു ജനിച്ചു. മറ്റെല്ലാവരും ജനിപ്പിക്കപ്പെട്ടപ്പോൾ യേശുക്രിസ്തു ജനിച്ചു. യേശുക്രിസ്തു ആത്മാവിൽ ഉരുവായി. അവന് യേശു എന്ന പേരിടണമെന്ന് യോസഫിനോട് ആവശ്യപ്പെട്ടു. ക്രിസ്തു ആത്മാവിൽ ഉരുവാകുകയും യോസഫിന്റെ ദർശനത്തിൽ യേശു എന്ന് പേരിടുകയും ചേർത്ത് നിർത്തിക്കൊണ്ട് വീണ്ടും സംബോധന ചെയ്യുന്ന മറ്റൊരു പദമാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. സദാസമയം നമ്മോടൊപ്പം വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവത്തെ ഇവിടെ പരിചയപ്പെടുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം പഠിക്കുന്നപ്പോൾ പഴയ നിയമത്തിന്റെ ഭാഗങ്ങളിൽ മശിഹ എന്ന അർത്ഥമാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ മശിഹായും പുതിയ നിയമത്തിൽ ക്രിസ്തുവായി രൂപം കൊള്ളുന്ന ഈ വ്യക്തി ഒരേ വ്യക്തിയാണെന്ന് ഇവിടെ സമർത്ഥിക്കുക. പഴയ നിയമം എബ്രായ ഭാഷയിൽ അറിയപ്പെടുന്നുവെങ്കിൽ പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് അറിയപ്പെടുന്നത്. നമുക്കതറിയാം. ഇതിന്റെ കൂട്ടത്തിൽ കുറച്ച് അരാമ്യ ഭാഷകൾ കയറി വരുന്നുണ്ട്. എങ്കിലും പഴയ നിയമത്തിൽ ആളുകൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്: പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ നിന്റെ പേരെന്താകുന്നു? രാജ്യത്തിൽ ദൈവത്തിന്റെ വചനം നാം കാണുന്നത് ഇങ്ങനെയാണ്: ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവത്തിന്റെ പേര് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ എബ്രായ തൂലികയിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു പദമാണ് യഹോവ. യഹോവ. വാസ്തവത്തിൽ അന്നത്തെ ദൈവമക്കൾ യഹോവ എന്ന പദം ഉച്ചരിക്കുവാൻ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം അത്രമാത്രം പവിത്രതയുള്ള ഒരു നാമമാണ് യഹോവ എന്ന നാമം. അതുകൊണ്ട് യഹോവ എന്ന നാമം 6800 പ്രാവശ്യം യഹോവ യഹോവ എന്ന് പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കെ അവിടെയുള്ള ജനം യഹോവ എന്ന് പറയുന്ന പദം ഉച്ചരിക്കാൻ അവർ ഭയപ്പെടുന്നതിനാൽ അതിന്റെ തനതായ മറ്റൊരർത്ഥമാകുന്ന അഡോണായി, ലോർഡ്, ലോർഡ് എന്നവർ പറയുവാനിടയായി. കർത്താവേ എന്ന പദം അവർ ആവർത്തിച്ചുച്ചരിപ്പാനിടയായി. നമുക്കറിയാം, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം പഴയ നിയമ ഭക്തന്മാർക്ക് ദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഇവിടെ കർത്തൃത്വം നടത്തുന്നവൻ ആരാണോ അവന് ലോർഡ് എന്ന സംബോധനയാണ് കൊടുത്തിരിക്കുന്നത്. അഡോണായി, കർത്താവേ എന്ന പദമാണ് ഇവിടെ പ്രസ്താവിപ്പിക്കുന്നത്. നമുക്കതിന്റെ മൂലഭാഷയിലേക്ക് പോയാൽ അനിമിഷാനി എന്ന പേരാണ് അവരവിടെ കൊടുത്തിരിക്കുന്നത്. ഐ ആം ഹു ഐ ആം, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് യേശു ക്രിസ്തുവാണെന്ന് അനവധി തവണ യേശു ആവർത്തിച്ചു പറയുന്നു. അത് ഒരൊറ്റ കാരണം കൊണ്ടാണ് യഹൂദന്മാര് യേശുവിനെ എന്ത് ചെയ്യുന്നത്? വെറുക്കാനിടയാകുന്നത്. യേശു ക്രിസ്തു ദൈവിക പരദൂഷണം പറയുന്നു എന്ന് പറഞ്ഞ്
അവരെന്ത് ചെയ്യുന്നു? മാറി നിൽക്കാനിടയാകണം. പ്രിയരെ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അത് നിമിത്തം യഹൂദന്മാർ യേശുവിനെ കല്ലെറിയാൻ വരെ ശ്രമിച്ചു. എങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ മുഴുവനായി പഴയ നിയമത്തിലെ മശീഹ ആരാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 5-ഉം 6-ഉം വചനങ്ങൾ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയും. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാകുന്നു. യോഹന്നാൻ 11:25 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. അതുപോലെ തന്നെ യോഹന്നാൻ 14:6 ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 15:5 ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖകളാണ്. അപ്പൊ ഇവിടെയെല്ലാം ഞാൻ എന്ന പദം ശക്തമായി യേശു പറയുമ്പോ ഉൽപ്പത്തിയിൽ കാണുന്ന, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, യോശുവ തുടങ്ങിയ പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ കാണുന്ന യഹോവ എന്നറിയപ്പെടുന്ന ഞാൻ എന്ന് പറയുന്ന വ്യക്തി യേശു ക്രിസ്തുവാണെന്ന് ഇവിടെ യഹൂദ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തിരിച്ചറിയേണ്ട ഒരു സത്യം ഇതാണ്, യേശു ക്രിസ്തു തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി. ഞാൻ സാധാരണ മനുഷ്യനാണെങ്കിലും എന്റെ ഉള്ളിൽ വസിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തി എന്റേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അതിന് ഞാൻ എന്ന് പേർ വിളിച്ചുകൊണ്ട് അവൻ വിളിച്ചു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, ഞാൻ തന്നെ ആടുകളുടെ ഇടയനാകുന്നു, ഞാൻ തന്നെ വാതിലാകുന്നു, ഞാൻ പാറയാകുന്നു, ഞാൻ മുന്തിരിവള്ളിയാകുന്നു എന്ന് ആവർത്തിച്ച് ഞാൻ എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, ഇതാരെ കുറിച്ചാ പറയുന്നത്? യഹോവ, പ്രൈസ് ദി ലോർഡ്, അഡോണായി, ലോർഡ്. ഇത് പഴയ നിയമ ഭക്തന്മാർക്ക് വിവിധ ചിഹ്നങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ വെളിപ്പെട്ടപ്പോൾ ഞാനത് കഴിഞ്ഞ ആഴ്ച ഞാനത് വ്യക്തമാക്കി. വെളിപ്പെട്ടപ്പോൾ പുതിയ നിയമത്തിൽ ദൈവം തന്നെ തീരുമാനിച്ചു, ഇനി ചിഹ്നങ്ങളും അടയാളങ്ങളും അവിടെ നിൽക്കട്ടെ, ഞാൻ ജനത്തിനിടയിൽ യഥാർത്ഥ മനുഷ്യനായി തന്നെ തുടരുവാൻ ഞാൻ ജനിച്ചേ മതിയാകുള്ളൂ. ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതായതുകൊണ്ട് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ്, 2025 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ യേശു പൂജാതനാകാൻ ഇടയായി. വിശുദ്ധ കരങ്ങളിൽ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞതുപോലെ ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്നും അവൻ നിത്യതയിൽ ഉള്ളവനായിരുന്നുവെന്നും പണ്ടേ ഉള്ളവനായിരുന്നുവെന്നും വിളിച്ചു പറഞ്ഞ അതേ സത്യം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി തീരുമെന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിയിൽ വചനം കേൾക്കുന്ന പ്രിയരെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന സത്യം ഇതാണ്, ഞാൻ എന്ന് പറയുന്നത് മനുഷ്യനായിരിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുന്നു. അവൻ ആരംഭമുള്ളവൻ, അവൻ അവസാനമുള്ളവനാകുന്നു, ആദിയും അന്തവുമുള്ളവനാകുന്നു. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന, മശിഹയെ കുറിച്ച് പറയുന്നത്, അവൻ ആരംഭമില്ല, അവൻ അവസാനവും ഇല്ല, അവന് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല. അപ്പോൾ ദൈവത്തെ കുറിച്ച് പറയുന്നത് മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, ആദിയില്ല, അന്തമില്ല എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച്, മനുഷ്യാവതാരമെടുത്ത യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, അവൻ ആരംഭമുണ്ട്, അവൻ അവസാനമുണ്ട്, അവന് മാതാവുണ്ട്, അവന് പിതാവുണ്ട്, അവന് സഹോദരങ്ങളുണ്ട്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഞാനാകുന്നു എന്ന് പറയുന്ന ക്രിസ്തു വിളിച്ചു പറയുന്നു, അവന് ആദ്യമില്ല, അന്തവുമില്ല, അവൻ സനാതനായ ദൈവമാണ്, അവൻ നിത്യനായ ദൈവമാണ്, അവന് മരണമില്ല, അവൻ ആരംഭമില്ല, അവന് വംശാവലിയില്ല, അവന് മാതാവില്ല, പിതാവില്ല, അവനെ ആരും സൃഷ്ടിച്ചിട്ടില്ല. അവന്റെ ശക്തിയും മഹത്വവും അധികാരവും എല്ലാം പൂർണ്ണതയുള്ളതാണെന്ന് ഇവിടെ ദൈവവചനം ഉറപ്പിച്ചു പറയുകയാണ്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയണം, യേശു ക്രിസ്തുവിന്റെ നാമം പവിത്ര നാമമാണ്, വിശുദ്ധമായ നാമമാണ്, ആരാധനയ്ക്ക് യോഗ്യമായ നാമമാണ്. ആരാധന എന്ന് പറയുന്നത് നാം യേശു ക്രിസ്തുവിനോട് ചേർന്ന് പ്രതികരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മഹാനായ ഞാൻ, നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരനായ ഞാൻ, നമ്മുടെ ജീവിതത്തിൽ വലിയവനായ ഞാൻ ആരാണ്? യേശു ക്രിസ്തു എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, നമ്മൾ വഴിതെറ്റി പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ വഴികാട്ടിയായി വെളിപ്പെടുന്ന ഒരു ക്രിസ്തുവിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഇരുട്ടിലായിരിക്കുമ്പോഴും അവൻ വെളിച്ചമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് ആഴത്തിൽ ഊന്നിക്കൊണ്ട് ഇവിടെ സംസാരിക്കുകയാണ്. പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറയുന്ന 80 വയസ്സ് തികഞ്ഞ ഹൊരേബ് പർവ്വതത്തിൽ എത്തുമ്പോൾ അവന്റെ വിദ്യാഭ്യാസത്തിനോ അവന്റെ സമ്പത്തിനോ അവന്റെ അറിവിന്റെ അളവുകളുടെ ആഴങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് വെന്തുപോകാത്ത ഒരു വൃക്ഷം അഗ്നിജ്വാലയാൽ പൂരിതമാക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഇലകളൊന്നും കരിഞ്ഞു ചാമ്പലാകുന്നില്ല, വൃക്ഷം കത്തുന്നില്ല. അതിൽ നിന്നും അവൻ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അഗ്നിജ്വാലയ്ക്കകത്ത് നിന്നൊരു സംസാരം അവിടെ ഇങ്ങനെ വിളിച്ചു പറയുന്നു. അത് നമുക്ക് ഓർമ്മയുണ്ട്. ഞാൻ ദൈവമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മോശയോട് പറയുന്നു, നിന്റെ കാലിലെ ചെരുപ്പ് ഊരി മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്, ഞാൻ ഇന്ന് നിന്നെ അഭിഷേകം ചെയ്യാൻ പോകുന്നു. അഗ്നിജ്വാലയ്ക്ക് നിന്നുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ദൈവപ്രവൃത്തി മറന്നുപോകരുത്. പ്രൈസ് ദി ലോർഡ്. മോശ പറയുന്നു, എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ശേഷി കുറവാണ്. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ വായോടുകൂടി ഇരിക്കും. അവിടെ ശ്രദ്ധിച്ചു കേൾക്കൂ, ഞാൻ എന്ന് അഗ്നിജ്വാലയ്ക്കകത്ത് നിന്ന് സംസാരിക്കുന്നു. അതാരാണ്? ഇന്ന് നാം ജഡാവതാരത്തിൽ കണ്ട യേശുവാണെന്ന് ഇവിടെ വ്യക്തമായി തെളിവായി സംസാരിച്ചു കഴിഞ്ഞു. പ്രിയവരെ, കാലാകാലങ്ങളിൽ വചനങ്ങൾ പഠിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അറിയാം, ഏലിയാവിലൂടെയും സക്രിയാവിലൂടെയും അനേക അഭിഷുദ്ധ ദാസന്മാരിലൂടെ വെളിപ്പെട്ട ഭിന്നാമുറങ്ങളിൽ മറഞ്ഞു നിന്ന് ഗൂഢമായി സംസാരിച്ച ഞാൻ എന്ന ശബ്ദത്തിന്റെ ധ്വനി വിളിച്ചു പറയുന്ന മറ്റൊന്നുമല്ല, സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഇവിടെ ആവർത്തിച്ചു പറയുകയാണ്. ഒരുപാട് അക്കമിട്ട തെളിവുകൾ നിരത്തിക്കൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം 14-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ സമുദ്രമധ്യത്തിൽ ശക്തമായ കൊടുങ്കാറ്റടിച്ച് യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഭയപ്പെട്ടു. ഓളം തിരമാലയെ ആഞ്ഞടിച്ചു ഭയപ്പെട്ടു. അവർ ഭീരുക്കളായി മാറി. എന്നാൽ യേശു അതിന്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തു? ശാന്തമാക്കി. ഈ അധികാരം ആർക്ക് ലഭിച്ചു? ഞാൻ എന്ന് പറയുന്ന ശക്തി ആരിലുണ്ട്? യേശുവിലുണ്ട്. ദൈവത്തിന്റെ അധികാരവും ശക്തിയും പദവിയും മഹിമയും ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഞാൻ യേശുവിൽ ഉള്ളത് കൊണ്ട് ആ ഞാനാകുന്നവൻ എന്ന് പറയുന്ന ശക്തിയാണ് എന്തിനെ ശാസിച്ചത്? കടലിനെ ശാസിച്ചത്. കടലെ അടങ്ങ എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവ ശബ്ദം, ആ ശക്തി ആമെ കാറ്റിനെയും കടലിനെയും എന്ത് ചെയ്തു? ആമെ അടിച്ചമർത്തുവാനിടയായി. യേശു പറഞ്ഞു, ധൈര്യപ്പെടുവേ, ഞാനാകുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പകൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് സന്ധ്യയിൽ എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതെ, അവന്റെ സാന്നിധ്യം ഭയത്തെ മറികടക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹോവ എന്ന വാക്ക് ഉപയോഗിച്ചതുകൊണ്ട്, ആമേ അഡോനായി എന്ന പദം ഉപയോഗിച്ചത് കൊണ്ട്, യേശു ക്രിസ്തു എന്ന പദം ഉപയോഗിച്ചത് കൊണ്ട് ഭൂമിയിൽ വരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് എന്റെ സ്നേഹമുള്ള, എന്റെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന എന്റെ സ്നേഹിതരായ പ്രിയപ്പെട്ടവരോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്,
നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ പതിഞ്ഞിരിക്കേണ്ടത് ഒരേ ഒരു നാമമേ ഉള്ളൂ, ലോർഡ് അഡോനായി, യേശു ക്രിസ്തു എന്ന് നാം ഒരുമിച്ച് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. വേറൊരു നാമവും നമ്മുടെ ഹൃദയത്തിൽ പതിയരുത്. നമ്മുടെ പ്രാർത്ഥന മുറികളിൽ വേറൊരു നാമവും കടന്നു വരരുത്. നമ്മുടെ പ്രാർത്ഥന മുറികളിൽ ഉരുവിടേണ്ട ഒരേ ഒരു നാമം, എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട്, യേശു ക്രിസ്തു. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞത്, കരയണ്ട എന്ന് പറഞ്ഞത്, ഞാൻ നിന്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞത് ഒരേ ഒരു നാമമേ ഉള്ളൂ. അതത്രേ യേശു ക്രിസ്തുവിന്റെ നാമമെന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ. വിശുദ്ധ കരങ്ങൾ ഉയർത്തി കൂടെ ദൈവത്തെ സ്തുതിച്ചാണ്. ആമേ, അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നല്ല ഇടയനാകുന്നു. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്താട്ട്. നമുക്ക് കത്തൽ വരുമ്പോഴും രോഗം വരുമ്പോഴും റാഫയായിട്ട് കൂടെ ഇരിക്കുന്ന ഒറ്റൊരുത്തനേ ഉള്ളൂ, യഹോവ റാഫ. അവൻ സൗഖ്യദായകൻ, യഹോവ സിഡക്കിനു എന്ന് പറയുമ്പോൾ ഓർത്തുകൊള്ളണം, എത്ര ശക്തമേറിയ പദമാണ് ദൈവം നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഉത്കണ്ഠ നേരിടുമ്പോൾ, ശാന്തിയില്ലാതിരിക്കുമ്പോൾ, യഹോവ ശാലോം. ഹല്ലേലൂയ. അന്നത്തിന് ബുദ്ധിമുട്ടുമ്പോൾ, ആരാരും സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, യഹോവ ഈരേ, യഹോവ കരുതും എന്ന് പറഞ്ഞ് ചേർത്ത് നിൽക്കുന്ന ഒരു ശബ്ദം നാം മറന്നു പോകരുത്. വിശുദ്ധ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന പദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രീതികളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇംഗ്ലീഷിൽ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ. അങ്ങ് ലാറ്റിനിൽ യേശു, ആമേൻ, ജീസസ് ക്രിസ്റ്റസ് എന്ന പദമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ജർമ്മനിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അറിയാം, ജീസസ് ക്രൈസ്റ്റസ്, ജീസസ് ക്രിസ്റ്റസ് അഥവാ GCH. ആമേൻ. നാം വചനം പഠിക്കുമ്പോൾ RISTUS അവിടെ ചേർക്കുകയാണ്. ക്രിസ്റ്റസ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിവിധ ഭാഷകൾ, ഹിന്ദിയിൽ ദേക്കുക യേശു മസീഹ്. പ്രൈസ് ദി ലോർഡ്. കൊറിയയിൽ ആമേൻ യേശു കുരിശയുടെ പല അർത്ഥങ്ങളാണ് പല രാജ്യത്ത്. നമ്മളത് മനസ്സിലാക്കണം. എങ്കിലും അവരെല്ലാം ഏറ്റു പറയുന്ന ഒരേ ഒരു നാമം, യേശു ക്രിസ്തു. മലയാളികളായി നമ്മൾ എന്താ പറയുക? യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു കിരിസൂട്ടോ എന്ന് ജപ്പാനിക്കാർ വിളിച്ചു പറയുമ്പോൾ, യേശു ക്രിസ്തു എന്ന് ജർമ്മൻകാർ വിളിച്ചു പറയുമ്പോൾ, ഇനി ഹിന്ദിക്കാര് യേശു മസീഹ് എന്ന് പറയുമ്പോൾ, മലയാളികൾ നമ്മൾ ഒരുമിച്ച് ഏറ്റു പറയുന്നു യേശു ക്രിസ്തു എന്ന്. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് പതിഞ്ഞിരിക്കണം. എത്ര പേർക്ക് ആമേൻ പറ സ്തോത്രം ചെയ്യാൻ കഴിയും? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാ ശക്തമായി നമ്മോട് പറയുന്നത്, യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതനായിട്ടാണ് യേശു ക്രിസ്തു മാറുവാനിടയായി. ഞാൻ അതൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ഹാഹാറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സംഭവം, യഹോവയുടെ ദൂതൻ മനോഹയുടെ കുടുംബത്തിലും വെളിപ്പെട്ടപ്പോഴും മനോഹയും കുടുംബവും ശിംശോന്റെ മാതാപിതാക്കൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ കണ്ടു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപത്തൻ. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞു സ്തോത്രം ചെയ്താണ്. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇസാക്കിനോടുള്ള ബന്ധത്തിൽ വിളിച്ചു പറഞ്ഞു, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഞാൻ എന്ന പദം അവിടെ ശക്തമായി വെളിപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. യെരിഹോവിന്റെ നടുവിൽ യുദ്ധത്തിനായി വന്ന യോശുവയുടെയും നേതൃത്വത്തിന്റെ നടുവിൽ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ദൂതൻ വിളിച്ചു പറയുന്നു, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി. അപ്പൊ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ വിവിധ നിലകളിൽ ദൂതനായിട്ട്
സൈന്യാധിപനായിട്ട്, മൽക്കീസദേക്കായിട്ട്, ആമേ പിച്ചള ആമേ വെങ്കൽ സർപ്പത്തിന്റെ പ്രതീകമായിട്ട്, കഷ്ടപ്പെടുന്ന ദാസനായിട്ടൊക്കെ പഴയ നിയമത്തിൽ വെളിപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, സനാതനായ നിത്യനായ എന്നേക്ക് നിലനിൽക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ ദൈവമെന്ന് നാം ആണയിട്ട് ഉറക്കെ വിളിച്ചു പറയാനിടയാകും. നമ്മുടെ പ്രാർത്ഥന മുറിയിൽ മുഴങ്ങി കേൾക്കേണ്ട ഒരേ ഒരു ശബ്ദം വിളിച്ചു പറയാമോ? യേശു ക്രിസ്തു എന്ന്. ഹല്ലേലൂയ. ഉൽപ്പത്തി കിതാബ് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം വചനം മുതൽ തുടങ്ങിയ ശബ്ദമാ ഞാൻ. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പങ്കെടുത്തവരോട് പറഞ്ഞു കഴിഞ്ഞു. സർപ്പത്തെ ശപിച്ചുകൊണ്ട് പറയുന്ന പദം എത്ര ശ്രേഷ്ഠമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും ഇടയിൽ, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും ഇടയിൽ ശത്രുത ഉണ്ടാക്കും ഞാൻ എന്നാരെ കുറിച്ചാ പറയുന്നത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് പൂർത്തീകരിച്ചു. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലൂടെ നാം കേൾക്കുന്ന സത്യം ഇതാ, നമ്മുടെ അരുമനാഥന യേശു ക്രിസ്തു സാത്താന്റെ തലയെ തകർത്തു. പിശാചിന്റെ സന്തതികളെ രക്ഷിപ്പാൻ പിശാചിന്റെ തല തകർത്തുകൊണ്ട് ദുഷ്ടന്മാരെയും വ്യഭിചാരികളെയും ഗോപ തുല്യരായി ജീവിക്കുന്നവരെയും പാപികളായ മനുഷ്യരെ, അധർമ്മികളായ മനുഷ്യരെ ചേർക്കുവാൻ സാത്താന്റെ തലയെ ഞാൻ തകർത്തു. ഈ ഞാൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം മറന്നു പോകരുത്, ഈ യേശു ക്രിസ്തു രാജാതി രാജാവാണ്. യെശയ്യാ പുസ്തകം അന്ന് ദർശനത്തിൽ വിളിച്ചു പറയുന്നു, കന്യകയിൽ ഒരു ശിശു ജനിക്കും, ഒരു കുട്ടി ജനിക്കും. ആ കുട്ടി നിത്യനായ ദൈവം, സമാധാനത്തിന്റെ പുത്രൻ, രാജാതി രാജാവ്. ആരാണി രാജാതി രാജാവ്? ആരാണി സമാധാനത്തിന്റെ പുത്രൻ? ആരാണി ദൈവം? ബത്ലഹേമിൽ ജനിച്ച ഒരേ ഒരുവൻ മാത്രം, ശിശുവായി ജനിച്ചവൻ യേശു ക്രിസ്തു എന്ന് ഉറക്കെ ഇവിടെ പ്രഖ്യാപിക്കപ്പെടുക. അവൻ നിത്യതയിൽ ഉണ്ടായിരുന്നു. അവൻ പണ്ടേ ഉണ്ടായിരുന്നു. ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ അവൻ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു വീണ്ടും വരാൻ പോകുക, തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ. പാപികളെ തേടിയല്ല ഇനി യേശു വരുന്നത്. പാപം ഒഴിഞ്ഞ്, പാപത്തോട് നോ പറഞ്ഞ്, പാപത്തെയും പാപപ്രവൃത്തികളെ ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവുമായി ചേർന്ന് നിന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു പറ്റം വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വീണ്ടും വരും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. യേശു വിളിച്ചു പറഞ്ഞു, ആമേൻ, ഞാൻ നിങ്ങൾക്കായി ഒരു നഗരം പണിയാൻ പോകുകയാണ്, നിങ്ങൾക്കായി ഒരു വീട് പണിയാൻ പോകുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി വീട് പണിത് കഴിഞ്ഞു. അവിടേക്ക് നിങ്ങളെ ചേർക്കാൻ ഞാൻ വീണ്ടും വരും. ഹല്ലേലൂയ. വിശുദ്ധ കരങ്ങളിൽ എടുത്ത് ദൈവത്തെ സ്തുതിച്ചാണ്. അതുകൊണ്ട് പാപമില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണം, മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണം, പശ്ചാത്താപത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകണം, ഏറ്റുപറയുന്ന ഒരു അനുഭവം ഉണ്ടാകണം. യേശു ക്രിസ്തു എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചുവോ, യേശു ക്രിസ്തുവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നുവോ, അതേപോലെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഈ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടണം, ഈ യേശു ക്രിസ്തുവിന്റെ മഹിമ വെളിപ്പെടണം, ഈ യേശു ക്രിസ്തുവിന്റെ ശക്തി വെളിപ്പെടണം. അതിനായി നിങ്ങളെ തന്നെ ഒരുക്കുമോ? നമ്മളെ തന്നെ എന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അനാദിയായ ദൈവം, നിത്യനായ ദൈവം, അറുക്കപ്പെട്ട കുഞ്ഞാട്. പഴയ നിയമത്തിലെ പ്രസക കുഞ്ഞാട് ആരാണ്? യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ മൽക്കിസദേക്ക് ആരാണ്? യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ കഷ്ടപ്പെടുന്ന ദാസൻ ആരാണ്? യേശു ക്രിസ്തു. പഴയ നിയമത്തിലെ സൈന്യങ്ങളുടെ അധിപൻ ആരാണ്? യേശു ക്രിസ്തു. പഴയ നിയമത്തിൽ ശത്രുവിന്റെ തല തകർക്കുമെന്ന് പറഞ്ഞ ഞാൻ ആരാണ്? ഗോഡ് അഡോണായി, ലോർഡ് യഹോവ. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. അടുത്ത 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, those who seek him, those who obey him, those who reject him. തള്ളിക്കളയുന്നവർ, അനുസരിക്കുന്നവർ,
ഈ 3 കഥാപാത്രങ്ങൾ. അത് ഒന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ആരിലേക്കാണെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിലേക്ക്. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം സഹായിച്ചാൽ അടുത്ത വെള്ളിയാഴ്ച 7:45 നമുക്ക് ഒരുമിച്ച് കൂടാം. അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കും.